പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടം തൻ്റെ ജനകീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് നഗരസഭയടക്കം 3 ഗ്രാമപഞ്ചായത്തുകളിലടക്കം അദ്ദേഹം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ട് വലിയ തോതിൽ അമ്പരന്നിരിക്കുകയാണ് CPIM നേതാക്കൾ. പല വികസന പദ്ധതികളിലും പ്രാദേശിക CPIM നേതാക്കൾ, വാർഡ് മെമ്പർമാർ ഒക്കെ ഒപ്പം ചേരുന്നത് കണ്ട് CPIMൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഹാലിളകുകയാണ്. MP രാജേഷിൻ്റെ അളിയനായ നിതിൻ കണിച്ചേരി അടക്കമുള്ളവർ പുലഭ്യം പറയാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഈ മനുഷ്യൻ കാണിച്ച തെറ്റ്? ജനകീയ പ്രവർത്തനങ്ങളിൽ ആണും പെണ്ണുമൊക്കെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. അതിന് അശ്ലീല പരാമർശവും തെമ്മാടിത്തരവുമാണോ പറയേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പൊതുവേദിയിൽ സിനിമാ താരമായ തൻവീർ റാം പങ്കെടുത്തതിനെക്കുറിച്ച് വരെ എന്ത് മ്ലേച്ഛമായ രീതിയിലാണ്, എന്ത് മോശമായ ഭാഷയിലാണ് സൈബർ ബുള്ളിങ് നടന്നിരിക്കുന്നത്. കോഴിയുണ്ട്, സൂക്ഷിക്കുക. ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഇങ്ങനെ ഒരുപാട് മോശ കമൻറ്റുകൾ ഇട്ടുകൊണ്ട് നിറയ്ക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. വാസ്തവത്തിൽ ഇങ്ങനെ ചെയ്യുന്നവരെ കൃത്യമായി ഓരോന്നിനെയും തേടിപ്പിടിച്ച് അവർക്കെതിരെ നോട്ടീസ് അയക്കുകയാണ് ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. 18,840 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് കയറിയതാണ്. ആ വിജയം ഉൾക്കൊള്ളാൻ CJP, അതായത് BJPയും CPIMും ചേരുന്ന ഈ മഹാസഖ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷാഫി പറമ്പിലിന് മുട്ടുകുത്തിക്കാൻ ഒരുപാട് പയറ്റി നോക്കി CJP, നടന്നില്ല. മെട്രോമാനെ വരെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഷാഫി പാലക്കാട് തേരോട്ടം നടത്തിയത്. അതിനുശേഷം വടകരയിൽ ടീച്ചറമ്മയെ ഇറക്കി വിജയിപ്പിക്കാൻ നോക്കി, അതും പാളി. രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി പറമ്പിലിനെയും ഒടുവിൽ ഏതെങ്കിലും രീതിയിൽ ബുള്ളിങ് ചെയ്യാം, അതിന് ചില മൂന്നാംകിട ലോക്കൽ ചാനലുകളിലെ മാധ്യമപ്രവർത്തകർ ഇറങ്ങി. ആ മാധ്യമപ്രവർത്തകർ ഒരു മര്യാദയും കൂടാതെ തങ്ങളുടെ കുടുംബ മഹിമ വിളിച്ചോതുന്ന രീതിയിൽ, യഥാർത്ഥ സ്വഭാവം വിളിച്ചോതുന്ന രീതിയിലുള്ള നാറിയ വർത്തമാനം, പുളിച്ചു നാറിയ വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതിലൊന്നും ഈ മനുഷ്യൻ രാഹുൽ മാങ്കൂട്ടമോ ഷാഫി പറമ്പിലോ തെല്ലും അതിലൊന്നും വീഴാതെ അവർ അവരുടെ വികസന പ്രവർത്തനങ്ങളും അവരവരുടെ ജനക്ഷേമ നയങ്ങളും ജനങ്ങളുമായുള്ള സൗഹൃദവുമായി മുന്നോട്ട് പോയി. ഷാഫിയെ കടന്നാക്രമിച്ചു, കൊല്ലാൻ വരെ ശ്രമം നടത്തി നോക്കി. രാഹുൽ മാങ്കൂട്ടത്തെയും ഇതുപോലെ ആക്രമിക്കാൻ പദ്ധതിയും ഇട്ടു. പ്രശാന്ത് ശിവൻ എന്ന BJPയുടെ പാലക്കാട് ഗുണ്ടായിസം കാണിക്കുന്ന, കൈക്കരുത്ത് കൊണ്ടെല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാരൻ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നു. പക്ഷേ അതിലൊന്നും രാഹുൽ അശേഷം വീണുകൊടുക്കാതെ കരുത്തോടെ പാലക്കാട് മുന്നോട്ട് കുതിക്കുകയാണ്. ഇപ്പോഴിത് അറിയാൻ കഴിയുന്നത്, നഗരസഭയിലെ BJP കൗൺസിലർമാർ പലരും രാജിവെച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്താണ് കാരണം? രാഹുൽ മാങ്കൂട്ടം 4600 വോട്ടിൻ്റെ ലീഡാണ് നഗരസഭയിൽ നേടിയത്. BJPക്കാർക്ക് അറിയാം, ഇനി അത്ര എളുപ്പമല്ല നഗരസഭ പിടിച്ചെടുക്കുക എന്നുള്ളത്.